NH 185 കൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത് കേട്ടോ. ഇത് കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം, തമിഴ്നാട്, കമ്പം, മധുര, തേനി എല്ലാം ടച്ച് ചെയ്യുന്ന റോഡാണ്. നമ്മൾ ചെറിമലയിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്തിട്ട് നമ്മൾ ടൗൺ ആ ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ ഇപ്പം മഴക്കാറൊക്കെ ഇങ്ങനെ കയറി നിൽക്കുക കേട്ടോ. മഴ ഇപ്പോൾ പെയ്യുമെന്നും പറഞ്ഞിട്ട്. കട്ടപ്പനയൊക്കെ മഴയായിരുന്നു. ഈ ഭാഗത്തെ ബിൽഡിങ്ങുകളൊക്കെ കുറച്ച് കുറവാണ്. ടൗണിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ടൂറിസം സംബന്ധമായുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. കോട്ടയത്തേക്കുള്ള ബസ് പോകുന്നു. കുമളി തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മേഖലയാണ് കേട്ടോ കൂടുതലും. കമ്പം ഇവിടെ അടുത്തായതുകൊണ്ട് കുമളിയിൽ നിന്ന് 20 കിലോമീറ്ററേ ഉള്ളൂ കമ്പത്തേക്ക്. സെക്കൻഡ് ബൈക്കുകളും സ്കൂട്ടറുകളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് അത്. അതിൻ്റെ സർവീസും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇത് കുമളിയിലെ ഒരു പഴയ പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നേ. ഞാൻ ആദ്യകാലത്തൊക്കെ വിചാരിച്ചിരുന്നൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്നൊക്കെ ആയിരുന്നു. പിന്നീട് ഇത് എന്തോ പ്രശ്നം കൊണ്ടൊക്കെ നിർത്തിപ്പോയി. കുമളി ടൗണിലേക്ക് കുറച്ച് ദൂരം പോകാറുണ്ട്. ഇത് കുമളിയിലെ കൊല്ലംപട്ടണ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുന്ന് ഒരു ജംഗ്ഷനൊക്കെ തിരിഞ്ഞ് ആൾക്കാരൊക്കെ താമസിക്കുന്ന ഭാഗത്തേക്കൊക്കെ പോകുന്നൊരു വഴിയാണ് അപ്പുറത്തെ സൈഡിലുള്ളത്. ഇനിയിപ്പോൾ വലിയ റിസോർട്ടുകളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ഇനി നമ്മൾ ചെല്ലുന്ന സ്ഥലം ഹോളിഡേ ഹോം എന്ന് പറയുന്നൊരു ജംഗ്ഷനിലേക്കാണ്. ഇവിടെ സൈഡ് പറ്റി നടന്നില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. 2 ദിവസമായിട്ട് പനി പിടിച്ചായിരുന്നു വീണ്ടും കേട്ടോ. ഇപ്പോൾ പനിയൊന്ന് കുറഞ്ഞു. മഴ നനഞ്ഞു ഇടയ്ക്ക്, അതാണ് പനി പിടിക്കാൻ കാരണം. നമ്മളീ പോകുന്ന റോഡിൻ്റെ ഒരു സൈഡ് ഫോറസ്റ്റാണ് കേട്ടോ. ആ ഒരു മേഖല അങ്ങനെ. കുറച്ച് മുന്നേ കഴിയുമ്പോൾ ഫോറസ്റ്റ് മാറി ടൗണിലേക്ക് വരും. ഇപ്പോൾ നമ്മൾ കുമളി ഹോളിഡേ ഹോം ജംഗ്ഷനിലേക്ക് എത്തി കേട്ടോ. ഇവിടെ ഒരു ചെറിയ മിനി പാർക്ക് പോലെയൊക്കെ കാണാം മുകളിലായിട്ടെ. SN ഇൻ്റർനാഷണൽ ഹോട്ടലിൻ്റെ ഫ്രണ്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇവർക്ക് തേക്കടിയിലും മൂന്നാറിലും ഒക്കെ ആയിട്ട് കുറേ പ്രസ്ഥാനങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പം നമ്മൾ അപ്പുറത്തോടെ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇപ്പം മെയിൻ റോഡിലേക്ക് വീണ്ടും ഇറങ്ങുവാണ്. പെട്ടിക്കടകളൊക്കെ ആ മുന്നിൽ കാണുന്നതാണ് കുമളിയിലെ ഹോളിഡേ ഹോം കേട്ടോ. ആദ്യകാലത്ത് കുമളിയിലൊരു വലിയ ഹോട്ടൽ സംവിധാനമൊക്കെ ഉണ്ടായിരുന്ന ഇതായിരുന്നു. പിന്നീട് ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ആയി. ഇവിടെ നിന്നും വലത്തോട്ട് മുകളിലേക്ക് ഒരു വഴി പോകുന്ന ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ്. നേരെ കിടക്കുന്ന ടൗണിലേക്കുള്ള വഴിയാണ്. ഇവിടെ നമുക്ക് അയ്യപ്പൻ്റെ ഒരു അമ്പലമൊക്കെ കാണാം കേട്ടോ. പേരക്കയൊക്കെ വേണം. പപ്പാളി പേരക്കയും കപ്പളങ്ങയും. മനോഹരമായ കോട്ടേജുകളൊക്കെ കാണാം. ഇതൊക്കെ നല്ല വാടകയാണ് കേട്ടോ. വീടും കോട്ടേജും ഒക്കെ കൂടെ ഒന്നിച്ചായിരിക്കും ഉണ്ടാവുക. ഇവിടെ കുറച്ച് കൂടുതൽ പഴങ്ങൾ കാണാം. മാങ്ങാപ്പഴമൊക്കെ കണ്ടോ. മാങ്ങ ഉണ്ട്, ആപ്പിളുണ്ട്. എന്താണ് ഇവിടെ പട്ട, ഗ്രാമ്പു, ജാതിക്ക, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഈ കടയിൽ. ആവശ്യാനുസരണം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ കണ്ട ടൈപ്പിലുള്ള മസാലക്കടകളൊക്കെ ഒരുപാട് കുമളിയിലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ വന്ന് ആവശ്യാനുസരണം എല്ലാ സാധനങ്ങളും വാങ്ങിക്കാവുന്നതാണ്. ഇതൊരു ചെറിയ കട നമ്മളുണ്ട്. അങ്ങോട്ടൊക്കെ വലിയ കടകളുണ്ട്. ഇപ്പോൾ അവധിയൊക്കെ കഴിഞ്ഞ കാരണം വലിയ തിരക്കൊന്നുമില്ല കുമളിയിൽ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ തന്നെ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഇവിടെ ചിപ്സ് കട കണ്ടേ. ചിപ്സൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഓ വേണ്ട, ഇവിടെ ചിപ്സൊക്കെ വറുത്തിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ ചിപ്സ് മാത്രമല്ല, അലുവയുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. തേനുണ്ട്, മസാല ഐറ്റംസ് ഉണ്ട്, ഈന്തപ്പഴം, തേയില, കാപ്പിപ്പൊടി, പിന്നെ ഇതാ കുടംപുളി, ചുക്ക്, ജാതിക്ക, ഗ്രാമ്പു, പട്ട, മസാല ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. കടുക്, ഉലുവ, ജീരകം അല്ലേ, ജീരകമുണ്ട്, പെരുംജീരകമുണ്ട്. ഇവിടെ എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. മിതമായ നിരക്കിലേക്ക് ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഈ കുമളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന കുറേ കാര്യങ്ങൾ. ചെറിയ കട ഇതായിരുന്നു കേട്ടോ, ഫേമസ് ചിപ്സ്. ഇതാണ് ഹോളിഡേ ഹോമിൻ്റെ പുതിയ റെസിഡൻസി. ഇഷ്ടംപോലെ ചിപ്സ് കടയുണ്ട് കേട്ടോ. ഇത് തന്നെയാണ് മെയിനായിട്ട് ഈ ശബരിമല സീസണ്. മാസത്തിലെ 1-ാം തീയതി തൊട്ട് 5-ാം തീയതി വരെയും ശബരിമല സീസൺ വന്നു കഴിഞ്ഞാൽ
അതിനനുസരിച്ച് കൊണ്ടേ. ഇതെല്ലാം ഷിഫ്റ്റിൻ്റെ പരിപാടിയാണ് കൂടുതലും. ഇതിപ്പോൾ അമ്പാടിക്കാവിലെയാണേ. ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴി തേക്കടിക്കുള്ളൂ, നേരെ ഉള്ളത് തമിഴ്നാട് കുമളി ബസ് സ്റ്റാൻഡിലോട്ടൊക്കെ ഉള്ള വഴിയാണേ. കുമളി ടൗണിൻ്റെ കാഴ്ചയൊക്കെ ഉണ്ടോ, ഒരുപാട് തുണിത്തരങ്ങളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത്. വിദേശികളൊക്കെ ഇവിടെ വന്നാൽ അവരൊക്കെ വാങ്ങിച്ചോളും കേട്ടോ. നമ്മൾ കൊച്ചി പോയപ്പോൾ കണ്ട പോലെ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അധികം വിദേശികളൊന്നും വരുന്നില്ല. ആ കൊറോണയ്ക്ക് മുമ്പൊക്കെ ആയിരുന്നു നല്ല രീതിയിൽ ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അപൂർവമായിട്ടേ കാണുന്നുള്ളൂ. പഴയ ഒരു റിസോർട്ട്, ഹൈ റേഞ്ച് റെസിഡൻസി. കുമളി ഇങ്ങനെ നീണ്ടു തുറന്ന് കിടക്കുന്നതുകൊണ്ട് നല്ല വലിപ്പമുള്ളൊരു ടൗണാണ് കേട്ടോ. നമ്മുടെ കട്ടപ്പന എന്ന് പറയുമ്പോഴത്തേക്കും ഗുഡ്സായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതുപോലെ വലിച്ചു നീട്ടി വെക്കുവാണെങ്കിൽ കുമളിയിൽ ഒരു 10 ഉണ്ടാവും. കുമളിയിലെ ഒരു റിലയൻസിൻ്റെ ഒരു പുതിയ ഷോപ്പ് തുടങ്ങുന്നതാണ് ഇത്. ഹോട്ടലുകളിലേക്കൊക്കെ ആളെയൊക്കെ വിളിച്ച് കയറ്റുന്ന പുതിയ പരിപാടിയുണ്ട്. ഇത് ഹോട്ടലല്ല, വേറെന്തോ പ്രസ്ഥാനം. ഇവിടെ എല്ലാം കൂടുതൽ ഈ മസാലക്കടകളാണ്. കപ്പലണ്ടി, കടല, ബദാം, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതുണ്ട് അടുപ്പിച്ച് കടയിരിക്കുന്നതാണ്. ഇതൊക്കെ ചില സമയത്ത് ഇവർക്കൊക്കെ നല്ല തിരക്കുള്ള സീസണൊക്കെ ആയിട്ട് വരുവേ. കുമളിയിലെ പഴക്കമുള്ളൊരു മറ്റൊരു റിസോർട്ടുണ്ട്, രേവതി ഇൻ്റർനാഷണൽ. ഇപ്പോൾ നമ്മൾ കുമളി ബസ് സ്റ്റാൻഡിലേക്ക് എത്താറായി കേട്ടോ. നല്ല പൂവൊക്കെ, ചേട്ടനും പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ കുമളി സെൻട്രൽ ജംഗ്ഷൻ എത്തി കേട്ടോ. അത് നേരെ അങ്ങോട്ട് കിടക്കുന്ന തമിഴ്നാട്ടിലേക്കുള്ള വഴി, അത് ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകുന്നു. പിന്നെ തേക്കടിക്ക് അതിലേക്ക് കയറി പോകാം. ഈ വഴി ഇങ്ങനെ നേരെ കട്ടപ്പനയ്ക്കൊക്കെ പോകുന്ന വഴിയാണ്, കട്ടപ്പന അണക്കരയൊക്കെ. നല്ല പഴക്കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വഴിക്കാണ് ഇവിടുത്തെ തിയേറ്ററൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ ബസ് ഈ വഴിയാണ് ഇറങ്ങി വരുന്നത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരും. കുമളി ബസ് സ്റ്റാൻഡ് ഇവിടെയുണ്ട് ഒരു പൂക്കട. ഇവിടെ കുറച്ച് കടകളുണ്ട്. പച്ചക്കറി, മലഞ്ചരക്ക്, കപ്പ, ഇത് ചായക്കട, പച്ചക്കപ്പയൊക്കെ ഉണ്ട്. അതുപോലെ അങ്ങോട്ടും കുറേ കടകളാണ് ആ സൈഡിൽ. ഇത് കുമളിയിലൊരു പുതിയ സൂപ്പർ മാർക്കറ്റൊക്കെ ആയിട്ട് തുടങ്ങിയൊരു സ്ഥലമാണ്. കുറേ പുതിയ ബിൽഡിങ്ങും എല്ലാം വന്നിട്ടുണ്ട്. കുറേയധികം കടകളും ഒക്കെ ഉണ്ട്. ടൗണിൽ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് മാറി ഉള്ളൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ ആൾക്കാർക്ക് സാധനം മേടിക്കാനൊക്കെ ഒരു കുറച്ച് സൗകര്യമാവും. ഈ വഴിക്കും കുറേയധികം താമസക്കാരും പിന്നെ കുറച്ച് റിസോർട്ടുകളും ഹോം സ്റ്റേ ഒക്കെയാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. ഇവിടെ എല്ലാം കെട്ടിടങ്ങളിലെ ഇടതിങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ താമസക്കാരും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റിസോർട്ടുകളും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, കച്ചവടങ്ങളുണ്ട്. ഈ വഴിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ താമരക്കുളം ഭാഗത്തേക്കൊക്കെ പോകണം കേട്ടോ. താമരക്കുളം, താമരക്കണ്ടം എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതിലെ കൂടുതലും താമസക്കാരൊക്കെയാണ്. ഈ ഭാഗത്തെല്ലാം വീടുകളാണ്. ഇങ്ങോട്ട് അധികം ഹോം സ്റ്റേ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയൊക്കെ ഒരു കാലത്ത് വന്നു കഴിഞ്ഞാണല്ലോ ഇടതിങ്ങി ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരുന്നൊരു വഴിയായിരുന്നത്. ഇപ്പോൾ വളരെ വിജനമായ വഴികൾ, ഇടയ്ക്കും മുട്ടിനുമൊക്കെ മാത്രമേ വാഹനങ്ങളുള്ളൂ. ഒരു വലിയ വാഹനം ഇപ്പോൾ ഈ വഴി പോകുന്നത് ഒരു ലോറിയാണ്. ഞാൻ ഓർത്ത ഏതോ ടൂറിസ്റ്റ് ബസ്സാണ്. ഇതുണ്ടോ ഇതുമാത്രം കോട്ടേജുകളാണ് ഈ വഴിക്കൊക്കെ ഉള്ളതെന്ന് നോക്കി. ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ കോട്ടേജുള്ള ഒരു മേഖല. അവിടെ ഇങ്ങനെ ഒരു കാപ്പിത്തോട്ടവും തോട്ടമൊക്കെ, ഇനി തോട്ടമാണോ ഫോറസ്റ്റ് ആണോ എന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ പോലെയാണ്. കാപ്പിച്ചെടി ഇഷ്ടംപോലെ ഉണ്ടോ അവിടെ. ഈ കോട്ടേജൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. നല്ല ഡിസൈനിലാണ് അതൊക്കെ പണിത് വെച്ചിരിക്കുന്നത്. ഇവിടെ പുതിയതായിട്ടൊക്കെ കുറച്ച് കോട്ടേജുകൾ വന്നിട്ടുണ്ട് ഇപ്പോഴല്ല. പക്ഷേ ഇവിടെയൊക്കെ ആൾ വരുന്നുള്ളൂ. അത് തിരക്കായിട്ടൊന്നുമല്ല ആൾ വരുന്നത്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ബസ് വരും. നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വൈകിട്ടാകുമ്പോൾ ഇവിടെ എല്ലാം ഫുള്ളാവും. ഇനിയിപ്പോൾ ഈ വഴി സൈഡിൽ കാണുന്നതെല്ലാം വീടുകളല്ല, എല്ലാം കോട്ടേജുകളാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ എങ്ങും ഈ വഴിയിൽ പോലും അപൂർവമായിട്ട് ആൾക്കാരുള്ളൂ. ഭയങ്കര ഒരു രസമല്ലേ, നമ്മൾ വേറെ ഏതൊക്കെ ഒരു സ്ഥലത്ത് ചെന്ന പോലെ. പിന്നെ കുമളി പഞ്ചായത്ത് ഈ വഴിക്കെല്ലാം നല്ല റോഡ് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടൈലൊക്കെ ഇട്ട് ഒരു ചപ്പോ ചവറോ പൊടിയോ ഒന്നുമില്ല കേട്ടോ. നല്ല ക്ലീൻ ആൻഡ് നീറ്റ്
ഇതുപോലെ ആയിരിക്കണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഭാഗത്തും. കോട്ടേജാണേ, കോട്ടയല്ല, വലിയ റിസോർട്ടാണോ. ഇതുണ്ട് കുറേ പനകൾ പിടിപ്പിച്ചേക്കുന്നുണ്ട്. സാധാരണ പന നമ്മൾ വെട്ടിക്കളയല്, ഇവരിവിടെ പന വെച്ച് പിടിപ്പിച്ചേക്കുവാണ്. ഇതാണ് കേട്ടോ അമ്പാടി കവല. നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ടോ തേക്കടി ജംഗ്ഷനായിരുന്നേ. എനിക്ക് പറഞ്ഞു വന്നപ്പോൾ മാറിപ്പോയായിരുന്നു. ഇവിടെ നിന്ന് വഴി തിരിയും, നേരെ തേക്കടിക്കും ടൗണിലേക്കും ഇടത്തോട്ട് അമലാംബിക സ്കൂളിൻ്റെ അടുത്തേക്കൊക്കെയാണ്. ഇനി അങ്ങോട്ട് കുറച്ച് മരങ്ങളുടെയൊക്കെ കാഴ്ചകൾ കൂടി കിട്ടുമേ. അമലാംബിക സ്കൂളിൻ്റെ അങ്ങോട്ടാണ് വഴി പോകുന്നത്. ഇവിടെ ക്ലബ് മഹേന്ദ്ര റിസോർട്ട്. ഒരു കുരങ്ങച്ചനയില കയറി ഓടുന്നുണ്ടോ, അവിടെ കയറി അങ്ങ് ഇരുന്നു. ഇഷ്ടംപോലെ റിസോർട്ടുകളായി ഒഴിക്കെല്ലാം. അതാ ഇവിടെ മെയിനായിട്ട് കാണാനുള്ളൂ. പിന്നെ അപൂർവം ചില വീടുകളും. ഈ വഴിക്കാണ് നമ്മൾ മംഗളാദേവി ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴി കേട്ടോ. ഇതിലെ കുറേ എങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡാണ്, വനത്തിനുള്ളിൽ കൂടെ. ഇനി മുന്നിൽ കാണുന്നത് അമലാംബിക സ്കൂളാണ്. സ്കൂളിൻ്റെ കോമ്പൗണ്ടാണ് ഇവിടെ. ഇവിടെയൊക്കെ കുറേ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഇവിടെയൊക്കെ അത്രയും വൃത്തിയല്ലായിരുന്നു. ഈ മരങ്ങളും ഈ മതിൽക്കെട്ടും എല്ലാം കൂടെ നല്ല ഭംഗിയാണ് കാണാൻ. കാട്ടുകോഴിയൊന്നും അല്ല കേട്ടോ, നാടൻ കോഴിയാണേ ഇവിടെ വളർത്തുന്നു. ഈ താഴെയുള്ള സ്കൂളിൻ്റെ ഗ്രൗണ്ടാണേ. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് കുറേ വ്യൂ ഉള്ള നല്ല കാഴ്ചകൾ കാണാം കേട്ടോ. പെരിയാർ ടൈഗർ റിസർവൊക്കെയാണ് ആ കാണുന്നത്. അതിനകത്തൂടെയാണ് നമ്മൾ മംഗളാദേവിക്കൊക്കെ കയറി പോകുന്ന വഴി. അപ്പോൾ നമുക്കിനി തിരിച്ച് താഴോട്ട് പോകാം കേട്ടോ. ഇനി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഗേറ്റൊക്കെയാണ്, പിന്നെ അങ്ങോട്ട് കയറി പോകാൻ പറ്റത്തില്ല. ഇവിടം വരെ ഒരു ചെറിയ കാഴ്ചയൊക്കെ നമുക്ക് കിട്ടാനുള്ളത്. പിന്നെ താഴ്ച നമുക്ക് തേക്കടി റോഡിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം അല്ലേ. പിന്നെ ഇടയ്ക്കൂടെയൊക്കെ റിസോർട്ട് ഇരിക്കുന്നുണ്ടോ, അതിൻ്റെ മുകളിലൊക്കെ ചെയ്തിരിക്കുന്നുണ്ടോ ഓരോ ഡിസൈൻ വർക്കുകളൊക്കെ ഉണ്ടോ. ഇവന്മാർക്ക് നിലത്തൂടെ ഒന്നും നടക്കാൻ പറ്റുമല്ലോ, നോക്കി ഡൈ ഇരിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ അമ്പാടിക്കവല എത്തി കേട്ടോ. ഇവിടെ ലെഫ്റ്റിൽ പോകുന്ന വഴിക്ക് പോയാൽ തേക്കടിക്ക് പോകും, റൈറ്റിൽ പോയാൽ ടൗണിലേക്ക് പോകും. എക്കോ ടൂറിസം ഇൻഫർമേഷൻ സെൻറ്റർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. ഒരു മാവ് നിൽക്കുന്നുണ്ടോ, കാട്ടുമാവാണേ, നല്ല മാമ്പഴം കിട്ടും. ഡ്രസ്സുകൾ വിൽക്കാനിട്ടിരിക്കുന്നുണ്ടോ. ഈ ഡ്രസ്സൊക്കെ വിദേശീയർ വന്നാൽ മേടിക്കും കേട്ടോ. കാശ്മീരി ഡ്രസ്സുകളാണ്, കാശ്മീരീസാണ് ഇവിടുത്തെ കടക്കാർ. ഇത് പെരിയാർ റിസർവാണ് കേട്ടോ. ഇപ്പം നല്ല പച്ചപ്പായിട്ടുണ്ടേ. ശരിക്കും മുല്ലപ്പെരിയാറ്റിൽ വെള്ളം കയറി കഴിഞ്ഞ് ഇവിടം വരെയൊക്കെ വെള്ളം കയറി വരുവേ, ആ സൈഡിൽ കൂടെ ഇങ്ങോട്ട്. ഇവിടെ കുറേ മുളങ്കാടുകളാണ് കേട്ടോ. ഇവിടെ വഴിക്ക് ഒരുപാട് മുള ഇങ്ങനെ ചാഞ്ഞിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതപ്പുറത്ത് തേക്കടിക്കവലയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയാണ്. കുമളി ബസ് സ്റ്റാൻഡ്, കട്ടപ്പനയ്ക്കുള്ള വണ്ടി ആ സൈഡിൽ കാണും. അവിടെ നിന്ന് ബസ്സേ കയറി നമുക്ക് തിരിച്ച് കട്ടപ്പനയ്ക്ക് പോവാം. ഇപ്പോൾ ഇവിടെ ഒരു കട്ടപ്പന വണ്ടി കിടപ്പുണ്ട്, അതേ കയറി പോയേക്കാവേ. ഉപ്പുക്കടല തേങ്ങ മിഠായി, ഇഞ്ചി മിഠായി അല്ലേ നമ്മുടെ. ഇത് മതി, വെള്ളം മതി. ഓക്കെ, കുമളിയിൽ നിന്ന് വണ്ടി എടുത്തേ.